ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിദേശ ബന്ധം അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയൊക്കെ നടക്കുകയാണ്. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒമർ നബി ഇടപെട്ട് ഇത് പരിഹരിച്ചുവെന്നും ജമ്മുകാശ്മീരിലെ ഖാസിഗുണ്ടിൽ ഒമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. കെ പ്രശാന്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, നേരത്തെ വിദേശ ബന്ധം, ഇവരുടെ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു കൂടുതൽ പരിശോധന. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ആശയപരമായ പ്രശ്നങ്ങൾ ഈ ഭീകരർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്നത് വിവരങ്ങൾ. അഖില, ഇതിന്റെ പ്രധാന ആസൂത്രകൻ ഉമർ നബി എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത്. ഏറ്റവും പ്രധാനമായി ഇവർക്കിടയിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾ പരിഹരിക്കാൻ പോലും ഉമർ നബി ഇടപെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരിൽ ഒരാളുടെ വിവാഹ ചടങ്ങിൽ നിന്ന് ആദിൽ റത്തറിന്റെ വിവാഹ ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ നിന്ന്, അതിന്റെ സൽക്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് ഉമർ നബി പിന്മാറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമാണ് പിന്നീട് ഒക്ടോബർ 18 വീണ്ടും യോഗം ചേരുന്നു. ആ യോഗത്തിൽ അൽ ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ കൂടി പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ യോഗത്തിലേക്ക് മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ആളുകളും കോസികൊണ്ട് ചേർന്ന യോഗത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ വെച്ച് വീണ്ടും ഇതിന്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ ആദ്യ ഘട്ടത്തിലും ഈ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉമർ നബി പരിശീലനത്തിലേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളാണ്. ആശയപരമായും അതുപോലെ തന്നെ മറ്റ് സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ തർക്കമാണ് പ്രധാനമായും ഇവർക്കിടയിൽ ഉടലെടുത്തത്. അത് വേറെ തരത്തിലൊക്കെ തന്നെ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് പിന്നീട് ഉമർ നബി ഇടപെട്ട് പരിഹരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കാത്ത ആളുകളെയൊക്കെ ഒഴിവാക്കി എന്ന വിവരമാണ് അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും കൃത്യമായ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അത് ജമ്മു കാശ്മീരിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുള്ള ആളുകൾ തന്നെയാണ്. ഇന്നലെ ഒരു ഇലക്ട്രീഷ്യനെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശികമായി ഇത്തരം ആളുകൾക്ക് കിട്ടിയ പിന്തുണ, അവർക്ക് നൽകിയിട്ടുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായ ഗൂഢാലോചന, അതിപ്പോൾ ഡൽഹി സ്ഫോടനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, അതിനു മുൻപേ തന്നെ ചില നീക്കങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പോയതോടുകൂടി, ഈ ആശയതർക്കങ്ങൾ ഉണ്ടായതോടുകൂടി തന്നെയാണ് സംഘടിതമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നതാക്കില്ല.